ഹലോ ഫ്രണ്ട്സ്, +2 ഫിസിക്സിലെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ആദ്യത്തെ പാർട്ടുകളായിട്ടുള്ള ചാർജിങ് മെത്തേഡ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ചാർജിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചും കൂളംസ് ലോയെക്കുറിച്ചും ഒക്കെ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫിസിക്സ് നിങ്ങൾ പഠിക്കുമ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ തിയറി ലെക്ചേഴ്സ് കേട്ട് നമ്മുടെ സോൾവ് എക്സാമ്പിൾസ് മനസ്സിലാക്കി ജസ്റ്റ് അത് പഠിച്ചാൽ മാത്രം പോരാ. നിങ്ങൾ തിയറി പഠിച്ചതിന് ശേഷം ഇവിടെ ക്ലാസ്സിൽ ചെയ്യുന്ന സോൾഡ് എക്സാമ്പിൾസ് വർക്കൗട്ട് ചെയ്തതിൻ്റെ ശേഷം സ്വന്തമായി നിർബന്ധമായിട്ടും നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, അതായത് നിങ്ങൾക്ക് കഴിയാവുന്നതിൻ്റെ പരമാവധി ക്വസ്റ്റ്യൻസ് ചെയ്യണം. അത് റിവൈസ് ചെയ്യുകയും വേണം. അതിൽ നിങ്ങൾക്ക് ഏതാണോ ഡിഫിക്കൽട്ടായിട്ട് തോന്നുന്നത് അത് മാർക്ക് ചെയ്തിട്ട് വീണ്ടും റിവൈസ് ചെയ്ത് സിമ്പിളായിട്ടുള്ള ഫോമിലേക്ക് അതിനെ മാറ്റണം. ഓക്കെ, അപ്പം ഏത് ടോപ്പിക്കാണോ നമ്മൾ ക്ലാസ്സിൽ എടുക്കുന്നത് സെയിം ടോപ്പിക്കിൻ്റെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം വർക്കൗട്ട് ചെയ്യാം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ അക്കാഡമിക് ഷെഡ്യൂളിൻ്റെ അല്ലെങ്കിൽ അക്കാഡമിക് ഇയറിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോഴേക്ക് നമുക്ക് നന്നായിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, എനിവേ ഇന്ന് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇലക്ട്രിക് ചാർജ് എന്താണ്, ഇലക്ട്രിക് ചാർജിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്, അതുപോലെ ഡിഫറെൻറ്റ് ഓബ്ജക്ട്സിനെ ചാർജ് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് പ്രോസസ്സസ് അല്ലെങ്കിൽ മെത്തേഡ്സ് എന്തൊക്കെയാണ്, അതുപോലെ ചാർജ് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഡിവൈസ് ആയിട്ടുള്ള ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. അതുപോലെ തന്നെ കൂളോംസ് ലോയെക്കുറിച്ചും, പ്രധാനപ്പെട്ട ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ പ്രധാനപ്പെട്ട ഒരു ലോ ആണ് കൂളോംസ് ലോയെക്കുറിച്ചും അതിൻ്റെ കുറച്ച് സോൾഡ് എക്സാമ്പിൾസൊക്കെ നമുക്കിന്ന് പരിചയപ്പെടാം. ഓക്കെ, എന്താണ് ഇലക്ട്രിക് ചാർജ് എന്ന് പറയുന്നത്? നമുക്കറിയാം, മാസ് എന്നത് എന്താണ്, മാറ്ററിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് അല്ലേ. മാറ്ററിൻ്റെ മാസ് എന്ന പ്രോപ്പർട്ടിയെ പോലെ അടുത്തൊരു പ്രോപ്പർട്ടിയാണ്, അതായത് മാറ്ററുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ചാർജ് എന്ന് പറയുന്നത്. ചാർജ് ഉള്ളത് കൊണ്ടാണ് ഇലക്ട്രിക് ഫീൽഡും അതുപോലെ മാഗ്നറ്റിക് ഫീൽഡും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മാറ്ററിൻ്റെ ഇൻഹിറൻറ്റ് പ്രോപ്പർട്ടിയാണ് നമ്മൾ ചാർജ് എന്ന് പറയുന്നത്. ഇനി ചാർജ് റെസ്റ്റിലാണെങ്കിൽ 3 കേസ് നമുക്ക് പരിചയപ്പെടാം. അതായത് ചാർജ് റെസ്റ്റിലാണെങ്കിൽ അവിടെ ചാർജിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ റെസ്റ്റിലുള്ള ചാർജ് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. റെസ്റ്റിലുള്ള ചാർജ് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി അത് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ചാർജ് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇനി ചാർജിന് ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ, അതായത് ചാർജ് മൂവ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ ചാർജിന് ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ അത് ഇലക്ട്രിക് ഫീൽഡും പ്രൊഡ്യൂസ് ചെയ്യും, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡും പ്രൊഡ്യൂസ് ചെയ്യും, അതോടൊപ്പം തന്നെ അത് എനർജി റേഡിയേറ്റ് ചെയ്യുകയും ചെയ്യും. നമ്മൾ റുദർഫോർഡിൻ്റെ ആറ്റം മോഡലിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ നമ്മൾ പറയുന്നുണ്ട്, ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തിട്ട് എനർജി റേഡിയേറ്റ് ചെയ്തിട്ട് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് കൊലാപ്സ് ചെയ്യാനുള്ള ഒരു സാധ്യതയെക്കുറിച്ച് നമ്മളവിടെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ രൂപത്തിൽ ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ചാർജ്ഡ് പാർട്ടിക്കിൾസ് എനർജി എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ റേഡിയേഷൻ റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളിവിടെ പറഞ്ഞത്. റെസ്റ്റിലുള്ള ചാർജ് ആണെങ്കിൽ അത് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും, അതുപോലെ തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാർജ് ആണെങ്കിൽ അത് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ്, വി നോട്ട് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണെങ്കിൽ, അതായത് ആക്സിലറേറ്റഡ് ചാർജ് ആണെങ്കിൽ അതെന്ത് ചെയ്യും, റേഡിയേഷൻ അല്ലെങ്കിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇനി എന്താണ് ഫണ്ടമെന്റൽ ചാർജസ്? നമ്മുടെ സ്റ്റഡീസ് പറയുന്നത് നമ്മുടെ നേച്ചറിലുള്ള എല്ലാ ചാർജും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു മിനിമം ചാർജിൻ്റെ മൾട്ടിപ്പിൾസ് ആണെന്നാണ് പറയുന്നത്. ഇത് നമ്മൾ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്നാണ് പറയാം. ഓക്കെ, ഫണ്ടമെൻ്റൽ ചാർജ് എന്ന് പറയുന്നത് നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ ചാർജസും ഒരു മിനിമം ക്വാണ്ടിറ്റി ഓഫ് ചാർജിൻ്റെ മൾട്ടിപ്പിൾസ് ആണ് എന്നാണ് പറയുന്നത്. ആ ചാർജിനെ നമ്മൾ ഫണ്ടമെൻ്റൽ ചാർജ് എന്ന് പറയുന്നു. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 1.6 × 10⁻⁻19 ആണ്. ഓക്കെ,
ഇതാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഇനി SI യൂണിറ്റ്, ചാർജിൻ്റെ SI യൂണിറ്റ് കൂളോംബാണ്. അതുപോലെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് നമുക്കറിയാം, കറണ്ടിനെ നമ്മൾ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ കറണ്ടിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് I = ΔQ/ΔT ആണ്. അതായത് യൂണിറ്റ് ടൈമിലുള്ള ഫ്ലോ ഓഫ് ചാർജിനെയാണ് നമ്മൾ കറണ്ട് എന്ന് പറയാം അല്ലേ. യൂണിറ്റ് ടൈമിലുള്ള ചാർജസ്. അപ്പോൾ ക്യൂവിനെ നമുക്ക് ΔQനെ നമുക്ക് I × ΔT എന്ന് എഴുതാം അല്ലേ. ഇവിടെ നമുക്കറിയാം കറണ്ടിൻ്റെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് A ആണ്, A⁻1 ആണ്. അതുപോലെ ടീൻ്റെത് ΔTൻ്റെത് എന്താണ്, T ആണ് അല്ലേ. A⁻1 T⁻1 ആണ് നമ്മുടെ ചാർജിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചാർജ് ഒരു സ്കലാർ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ആൾജിബ്രായിക്കലി ആഡ് ചെയ്യാൻ പറ്റും. അതായത് 2 കൂളോം + 3 കൂളോം = 2 + 3 5 കൂളോം എന്ന് പറയാൻ പറ്റും അല്ലേ. ഇങ്ങനെ ആൾജിബ്രായിക്ക് സമ്മ് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, എക്സാമ്പിൾസ് ഓഫ് ചാർജഡ് പാർട്ടിക്കിൾസ് ആണ്. ഇലക്ട്രോണും പ്രോട്ടോണും ഒക്കെ ചാർജുള്ള പാർട്ടിക്കിൾസ് ആണ്. മാറ്ററിൻ്റെ ഉള്ളിൽ നമ്മൾ സബാറ്റോമിക് പാർട്ടിക്കിൾസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതിൽ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണുള്ളത്, ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണുള്ളത്. അതുപോലെ ന്യൂട്രോൺ ചാർജ്ലെസ് ആണ് അല്ലേ. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ചാർജസ്. ഒന്നുകിൽ മാറ്ററിന് അല്ലെങ്കിൽ ഓബ്ജക്ട്സ് അക്വയർ ചെയ്യുന്നത് പോസിറ്റീവ് ചാർജ് ആകാം, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ആകാം. എപ്പോഴാണ് പോസിറ്റീവ് ചാർജ് കിട്ടുക? സാധാരണ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ സബാറ്റോമിക് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള ഇലക്ട്രോൺസും പ്രോട്ടോൺസുമാണ് ഒരു ഓബ്ജക്റ്റിൻ്റെ ഓവറോൾ ചാർജ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ആറ്റത്തിൽ എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണോ ഉള്ളത് അത്രയും നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഉണ്ടാവും. അതായത് എത്ര മൈനസ് ചാർജ് ആണോ ഉള്ളത് അത്രയും പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. അതുകൊണ്ട് അവർ തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോയിട്ട് ടോട്ടലി ചാർജ് എന്ന് പറയുന്നത് 0 ആയിരിക്കും അല്ലേ. ഇനി ഏതെങ്കിലും കാരണവശാൽ ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യപ്പെടുകയാണെങ്കിൽ, ഇലക്ട്രോൺസ് റിമൂവ് ചെയ്യുന്ന സമയത്ത് അവിടെ പ്രോട്ടോൺസിൻ്റെ എക്സസ് ഉണ്ടാവും. പ്രോട്ടോൺസിൻ്റെ എക്സസ് എന്ന് പറയുന്നത് ബേസിക്കലി ഇലക്ട്രോൺസ് പോയതുകൊണ്ടാണ് അല്ലേ. ഇപ്പോൾ സോഡിയം ആറ്റമാണെങ്കിൽ സോഡിയത്തിൽ 11 പ്രോട്ടോൺസും അതുപോലെ 11 ഇലക്ട്രോൺസും ആണ് ഉണ്ടാവുക അല്ലേ. ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ സോഡിയത്തിന് +1 ചാർജ് കിട്ടുന്നത് ഇലക്ട്രോൺ ഡെഫിഷ്യൻസി കാരണമായിട്ടാണ്. അപ്പോൾ അവിടെ 10 ഇലക്ട്രോൺസും അതുപോലെ 11 പ്രോട്ടോൺസുമാണ് ഉണ്ടാവുക അല്ലേ. ഇങ്ങനെ ഇലക്ട്രോൺ പോകുമ്പോഴാണ് എന്ത് കിട്ടുക, അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാകുമ്പോഴാണ് പോസിറ്റീവ് ചാർജ് കിട്ടുക. അതുപോലെ എക്സസ് ഓഫ് ഇലക്ട്രോൺസ്, മറ്റു ആറ്റംസിൽ നിന്ന് ഇലക്ട്രോൺസ് സ്വീകരിക്കുകയാണെങ്കിൽ അവിടെ പ്രോട്ടോൺസിൻ്റെ നമ്പറിനേക്കാളും ഇലക്ട്രോൺസിൻ്റെ നമ്പർ കൂടുതലുണ്ടാവും. അതുകൊണ്ട് തന്നെ മൈനസ് ചാർജ് കിട്ടും. ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജും പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജും ആയതുകൊണ്ടാണ് ഇലക്ട്രോൺസിൻ്റെ ഡെഫിഷ്യൻസിയിൽ പോസിറ്റീവ് ചാർജും അതുപോലെ തന്നെ ഇലക്ട്രോൺസിൻ്റെ എക്സസിൽ മൈനസ് ചാർജും കിട്ടുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്, എങ്കിലും നമുക്ക് ബിൽഡ് ചെയ്ത് പോവാം അല്ലേ. ഓക്കെ, ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ്. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ചാർജ് ഈസ് എയ്തർ അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ്. അതായത് ഒരേപോലെയുള്ള ചാർജസ് ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ റിപ്പൽ ചെയ്യും, അതുപോലെ പോസിറ്റീവ് ആണെങ്കിലും റിപ്പൽ ചെയ്യും. അതായത് ലൈക്ക് ചാർജസ് ആണെങ്കിൽ അവർ തമ്മിൽ പരസ്പരം റിപ്പൽ ചെയ്യും അല്ലേ. ഇനി അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ ദേ ആർ അട്രാക്റ്റിംഗ് ഈച്ച് അതർ. അതാണ് ചാർജിൻ്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടി. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ചാർജ് ഈസ് കൺസർവേഷൻ ഓഫ് ചാർജ് ആണ്. അതായത് ചാർജിൻ്റെ ട്രാൻസ്ഫറോ അല്ലെങ്കിൽ ചാർജുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റിയാക്ഷൻസ് നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്രോസസ്സ് നടക്കുകയാണെങ്കിൽ ആ പ്രോസസ്സിൻ്റെ മുന്നും അതുപോലെ പ്രോസസ്സ് നടന്നതിന് ശേഷവുമുള്ള ചാർജസ് എന്തായിരിക്കും, ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആയിരിക്കും അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ, കോണ്ടാക്റ്റ് വഴി ചാർജ് ചെയ്യാണ് ഇവിടെ അല്ലേ. ആദ്യത്തെ ഒബ്ജക്റ്റിന് ഒബ്ജക്റ്റ് 1ന് എന്താണ് +4e ആണുള്ളത്. ഓക്കെ, +4e അതാണ് അതിൻ്റെ ചാർജ്. ഇവിടെ എന്താണ് 0 ചാർജ് ആണുള്ളത് രണ്ടാമത്തെ ഒബ്ജക്റ്റിന്. ഇനി കണ്ടക്ഷൻ വഴി ചാർജിങ് നടന്നു കഴിഞ്ഞാൽ രണ്ട് ബോഡിനെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ആദ്യത്തെ ഒബ്ജക്റ്റിന് +2e എന്നുള്ളൊരു ചാർജും അതുപോലെ തന്നെ രണ്ടാമത്തെ ഒബ്ജക്റ്റിനും +2 എന്നുള്ള ചാർജും കിട്ടുന്നു. അതായത് ടോട്ടൽ ചാർജ് ഇവിടെയും എന്താണ് +4e ആണ് അല്ലേ. അപ്പോൾ പ്രോസസ്സിൻ്റെ മുന്നേയും അതിൻ്റെ ശേഷവും ചാർജ് എന്താണ് സെയിം ആണ്, കൺസേർവ്ഡ് ആണ്. അതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി, കൺസർവേഷൻ ഓഫ്
ഇലക്ട്രിക് ചാർജ്. ഓക്കെ, ഇനി മൂന്നാമത്തെ പ്രോപ്പർട്ടി, ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ്. അതായത് ചാർജ് ഓൺ എ ബോഡി മസ്റ്റ് ആൾവേസ് എക്സിസ്റ്റ് ആസ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ചാർജ് ഇ. അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 1.6 × 10⁻⁻19 കൂളം എന്ന് പറയുന്ന ചാർജിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ചാർജ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഈ ചാർജിന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് മറ്റെല്ലാ ബോഡീസിലും, യൂണിവേഴ്സിലുള്ള എല്ലാ ബോഡീസിലും ചാർജസ് എക്സിസ്റ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറയുന്നു. അതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ്. ഓക്കെ, ഇനി ഏത് ബോഡിയിലും ഉള്ള ചാർജ് ക്യൂ എന്ന് പറയുന്നത്, ടോട്ടൽ ചാർജ് ക്യൂ എന്ന് പറയുന്നത് n × E ആയിരിക്കും. അതായത് n എന്ന് പറയുന്നത് ഇവിടെ നമ്പർ ഓഫ് ഫണ്ടമെന്റൽ ചാർജ് ആയിരിക്കും. ഇലക്ട്രോൺസ് ആണെങ്കിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം, അല്ലേ. അപ്പോൾ n × E ആണ് എന്ത്, ടോട്ടൽ ചാർജ് ഓൺ എ ബോഡി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് മൂന്നാമത്തേത്, അതായത് ചാർജ് ഈസ് ക്വാണ്ടൈസ്ഡ്. ഇനി അപ്പം 3 പ്രോപ്പർട്ടീസാണ് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത്, അല്ലേ. അതായത് ഒന്നാമത്തേത് ചാർജ് എന്താണ്, ലൈക്ക് ചാർജസ് റിപ്പൽ ചെയ്യുന്നു, അതുപോലെ അൺലൈക്ക് ചാർജസ് അട്രാക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ചാർജ് കൺസേർവ്ഡ് ആണ്, പ്രോസസ്സ് നടക്കുന്നതിന് മുന്നും അതിനുശേഷം. അല്ലെങ്കിൽ ഐസൊലേറ്റഡ് സിസ്റ്റത്തിന്റെ ചാർജ് റിമെയിൻസ് കോൺസ്റ്റന്റ്, അല്ലേ. എപ്പോഴും എന്തായിരിക്കും, ചാർജ് കോൺസ്റ്റന്റ് ആയിരിക്കും. അതുപോലെ മൂന്നാമത്തെ പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഫണ്ടമെന്റൽ ചാർജിന്റെ മൾട്ടിപ്പിൾ ആണ് എല്ലാ ചാർജസും എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അല്ലേ. ഇനി നമുക്കൊരു ബോഡിനെ എങ്ങനെയാണ് ചാർജ് ചെയ്യാൻ പറ്റുക? അതിന് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ. ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ 2 ബോഡീസ് നമ്മൾ കോണ്ടാക്റ്റിൽ കൊണ്ടുവന്നു, അവരെ പരസ്പരം നമ്മൾ റബ്ബ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു, റിമൂവ് ചെയ്തു. അങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ, കോണ്ടാക്റ്റിൽ കൊണ്ടുവന്നിട്ട് റബ്ബ് ചെയ്തിട്ട് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഏത് ബോഡിക്കാണോ ഇലക്ട്രോണിന്റെ അഫിനിറ്റി കൂടുതലുള്ളത് ആ ബോഡിക്ക് മൈനസ് ചാർജ് കിട്ടും. അതുപോലെ മറ്റേ ബോഡിക്ക് എന്ത് കിട്ടും, പ്ലസ് ചാർജും കിട്ടും. അതായത് ഇലക്ട്രോൺ അഫിനിറ്റി കമ്പാരിറ്റീവ്ലി കുറവുള്ള ബോഡിക്ക് ഇലക്ട്രോണിന്റെ ഡെഫിഷ്യൻസിയും, ഇലക്ട്രോൺ അഫിനിറ്റി കൂടുതലുള്ള ബോഡിക്ക് ഇലക്ട്രോണിന്റെ എക്സസും ഉണ്ടാവും. അപ്പോൾ അഫിനിറ്റി കൂടുതലുള്ള ബോഡിക്ക് നെഗറ്റീവ് ചാർജും, അതുപോലെ അഫിനിറ്റി കുറവുള്ള ബോഡിക്ക് പോസിറ്റീവ് ചാർജും കിട്ടും. ഈ രൂപത്തിൽ നമ്മൾ ചാർജ് ചെയ്യുന്നതിനാണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് റിക്വയർസ് റബ്ബിംഗ് ഓഫ് 2 ഒബ്ജക്ട്സ്, ഇലക്ട്രോൺസ് ആർ ട്രാൻസ്ഫർഡ് ഫ്രം വൺ ബോഡി ടു അതർ, അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു, അതായത് ഇലക്ട്രോൺ അഫിനിറ്റി കൂടുതലുള്ള ബോഡി ഏതാണോ അതിനാണ് മൈനസ് ചാർജ് കിട്ടുക എന്ന് പറഞ്ഞു, അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. സാധാരണയായിട്ട് നമ്മുടെ സിലബസിൽ പറയുന്ന കുറച്ച് ഓബ്ജക്ട്സ് അവർ റബ്ബ് ചെയ്യുമ്പം ഏത് ബോഡിക്കാണ് പോസിറ്റീവ് ചാർജ് കിട്ടുക, അതുപോലെ ഏത് ബോഡിക്കാണ് നെഗറ്റീവ് ചാർജ് കിട്ടുക എന്നുള്ളത്. ഗ്ലാസ് റോഡും സിൽക്ക് ക്ലോത്തുമാണ് നമ്മൾ റബ്ബ് ചെയ്യുന്നതെങ്കിൽ ഗ്ലാസ് റോഡിനാണ് ഇവിടെ പോസിറ്റീവ് ചാർജ് കിട്ടുക, അതുപോലെ തന്നെ സിൽക്ക് ക്ലോത്തിന് നെഗറ്റീവ് ചാർജ് കിട്ടുന്നു, അല്ലേ. അതുപോലെ ഫറും റബ്ബർ അല്ലെങ്കിൽ എബണേറ്റ് റോഡുമായിട്ട് നമ്മൾ ഫ്രിക്ഷൻ വഴി ചാർജിങ് നടത്തുകയാണെങ്കിൽ അവിടെ ഫറിന് പോസിറ്റീവ് ചാർജ് കിട്ടുന്നു, അതുപോലെ റബ്ബർ അല്ലെങ്കിൽ എബണേറ്റ് റോഡിന് നെഗറ്റീവ് ചാർജ് കിട്ടുന്നു. ഇനി വൂളൻ ക്ലോത്തും അതുപോലെ തന്നെ ആംബറുമായിട്ട് റബ്ബ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫ്രിക്ഷൻ വഴി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൂളൻ ക്ലോത്തിന് പോസിറ്റീവ് ചാർജും അതുപോലെ ആംബറിന് നെഗറ്റീവ് ചാർജും കിട്ടുന്നു, അല്ലേ. ഇനി നമ്മുടെ മുടി ഡ്രൈ ഹെയർ കോംബ് ഉപയോഗിച്ചിട്ട് റബ്ബ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മളെ ഹെയറിന് പോസിറ്റീവ് ചാർജും അതുപോലെ കോമ്പിന് നെഗറ്റീവ് ചാർജും കിട്ടുന്നു. ഈ രൂപത്തിൽ ഇലക്ട്രോൺ അഫിനിറ്റി കൂടുതലുള്ള ഓബ്ജക്റ്റ് ഏതാണോ അതിന് നെഗറ്റീവ് ചാർജും അതുപോലെ മറ്റേ ഓബ്ജക്റ്റിന് പോസിറ്റീവ് ചാർജും കിട്ടുന്നു. ഈ രൂപത്തിൽ ചാർജ് ചെയ്യണതിനാണ് നമ്മൾ ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്ന് പറയാം. ഓക്കെ, രണ്ടാമത്തെ മെത്തേഡാണ് ചാർജിങ് ബൈ കണ്ടക്ഷൻ. ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറയുമ്പോൾ കോണ്ടാക്ട് വഴി ചാർജ് ചെയ്യുന്നതിനാണ് നമ്മൾ ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറയാം. ഇറ്റ് റിക്വയർസ് ഓൺലി കോണ്ടാക്ട് ബിറ്റ്വീൻ 2 ഒബ്ജക്ട്സ് ആൻഡ് നോ റബ്ബിങ്. ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി, എന്ത് വേണ്ട, റബ്ബ് ചെയ്യണ്ട, അല്ലേ. അപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് നമ്മൾ ചാർജ് ഉള്ള ഒരു ബോഡിയെ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ബോഡിയുമായിട്ട് കോണ്ടാക്റ്റിൽ കൊണ്ടുവന്നാൽ ഈ ചാർജ് എക്സസ് ചാർജ് ഉള്ള ബോഡിയിൽ നിന്നും ന്യൂട്രൽ ആയിട്ടുള്ള ബോഡിയിലേക്ക് ചാർജ് എന്ത് ചെയ്യും, മൂവ് ചെയ്യും അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യും. ഇങ്ങനെ ചാർജ് ചെയ്യുന്നതിനാണ് നമ്മൾ ചാർജിങ് ബൈ കണ്ടക്ഷൻ എന്ന് പറയാം. ഓക്കെ, ദ ടോട്ടൽ ചാർജ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ബിറ്റ്വീൻ ദി ഓബ്ജക്ട്സ്, അല്ലേ. ടോട്ടൽ ചാർജ്, ഈ ചാർജ്ഡ് ബോഡിയിൽ എത്ര ചാർജാണുള്ളത് ആ ചാർജ് 2 ബോഡിയിലും കൂടി എന്ത് ചെയ്യാണ് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ചെയ്യുക. റെഡി ആണല്ലോ? ഓക്കെ, ഇനി മൂന്നാമത്തെ പ്രോസസ്സാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ.
ചാർജിങ് ബൈ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡക്ഷൻ ഈസ് എ പ്രോസസ് ഇൻ വിച്ച് എ ചാർജ്ഡ് ബോഡി ക്യാൻ ബി യൂസ്ഡ് ടു ക്രിയേറ്റ് അതർ ചാർജ്ഡ് ബോഡീസ് വിത്തൗട്ട് ടച്ചിങ് ദം ഓർ ലൂസിങ് ഇറ്റ്സ് ഓൺ ചാർജ്. അതായത് നമ്മളൊരു ബോഡീനെ എടുത്തു, ഒരു ചാർജ്ഡ് ബോഡീനെ എടുത്തു, ഈ ചാർജ്ഡ് ബോഡീനെ മറ്റേ ബോഡിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. എന്ത് ചെയ്യുന്നില്ല? അതിനെ ടച്ച് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ ബോഡിയിലുള്ള ചാർജ് ഏതാണോ ആ ചാർജിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജ്, ഇതിപ്പോൾ മെറ്റൽ ആണെങ്കിൽ മെറ്റലിൻ്റെ സർഫസിൽ ഈ ബോഡിയുടെ കോണ്ടാക്റ്റിലുള്ളത് അടുത്താണ് നമ്മൾ വെച്ചത് അല്ലേ? അങ്ങനെ അടുത്ത് വെച്ചപ്പോൾ ഈ ബോഡിയുടെ നിയർ ആയിട്ടുള്ള സർഫസിൽ ഈ ബോഡിയിലുള്ള ചാർജിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജ് എന്ത് ചെയ്യും? അക്യുമുലേറ്റ് ചെയ്യും. അതുപോലെ രണ്ടാമത്തെ ബോഡിയുടെ അക്യുമുലേറ്റ് ചെയ്ത ചാർജിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ അക്യുമുലേറ്റ് ചെയ്ത ചാർജ് ഏതാണോ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജും അക്യുമുലേറ്റ് ചെയ്യും. ഇങ്ങനെ രണ്ടാമത്തെ ബോഡിയുടെ ചാർജ് നമുക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ രണ്ട് ബോഡി ഉണ്ട്, ചാർജ്ഡ് ബോഡി ഉണ്ട്, അതുപോലെ ന്യൂട്രൽ ആയിട്ടുള്ള ബോഡി ഉണ്ട്. ന്യൂട്രൽ ആയിട്ടുള്ള മെറ്റാലിക് സർഫസിൽ നമ്മൾ ചാർജ്ഡ് ബോഡീനെ കൊണ്ടുവരികയാണെങ്കിൽ ആ മെറ്റാലിക് സർഫസിലുള്ള ചാർജസ് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവന്ന ബോഡിൻ്റെ ചാർജിൻ്റെ ഓപ്പോസിറ്റ് ചാർജ് ഏതാണോ അത് ഈ കൊണ്ടുവന്ന ബോഡിൻ്റെ സർഫസിന് നിയർ ആയിട്ട് എന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഓപ്പോസിറ്റ് ചാർജും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, ഇതാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഇനി ഇവിടെ നമ്മൾ ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പിക്ചറിൽ നോക്കിയാൽ കാണാം അല്ലേ? അതായത് രണ്ട് മെറ്റാലിക് സ്ഫിയേഴ്സ് നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ചാർജഡ് ആയിട്ടുള്ള പോസിറ്റീവ് ചാർജുള്ള ഒരു ബോഡീനെ കൊണ്ടുവന്നു അല്ലേ? അപ്പോൾ നമുക്കറിയാം ഇവർ രണ്ടാളും കോണ്ടാക്റ്റിലാണുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? പരസ്പരം രണ്ട് ബോഡിയിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചാർജ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ഇതിന് പോസിറ്റീവ് ചാർജ്, നമ്മൾ കൊണ്ടുവന്ന ബോഡിക്ക് പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് എ എന്ന സ്ഫിയറിൻ്റെ, മെറ്റാലിക് സ്ഫിയറിൻ്റെ ഈ ഭാഗത്ത്, അതായത് ചാർജ്ഡ് ബോഡിയുമായിട്ട് അടുത്തുള്ള ഈ സർഫസിൽ എന്ത് ചെയ്യും? നെഗറ്റീവ് ചാർജ് അക്യുമുലേറ്റ് ചെയ്യും അല്ലേ? കാരണം ചാർജ്ഡ് ബോഡിൻ്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആണല്ലോ. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജ് ഇവിടെ അക്യുമുലേറ്റ് ചെയ്യും. ഈ നെഗറ്റീവ് ചാർജിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്യും? പോസിറ്റീവ് ചാർജസും അക്യുമുലേറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പം ആദ്യത്തെ ഈ സ്ഫിയേഴ്സ് രണ്ടും കോണ്ടാക്റ്റിലാണുള്ളത്. ചാർജ്ഡ് ബോഡി എന്താണ്? അതിന് നിയർ ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? രണ്ടിനും സെപ്പറേറ്റ് ചെയ്യാണ് അല്ലേ? അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആദ്യത്തെ ബോഡിക്ക് മൊത്തം നെഗറ്റീവ് ചാർജ് കിട്ടും, രണ്ടാമത്തെ ബോഡിക്ക് പോസിറ്റീവ് ചാർജ് കിട്ടും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ചാർജ്ഡ് ബോഡിനെ റിമൂവ് ചെയ്യുന്നു. അപ്പോൾ ചാർജ്ഡ് ബോഡിനെ അവിടെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവരെ രണ്ടാളുടെയും കോണ്ടാക്റ്റ് എന്താ പറയുക, സെപ്പറേറ്റ് ചെയ്യുന്നത്. അതിന് ശേഷം എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം രണ്ടാൾക്കും ചാർജ് കിട്ടിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ആദ്യത്തെ ചാർജ്ഡ് ബോഡിനെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ കിട്ടിയ ചാർജ് രണ്ടിലും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇൻഡക്ഷൻ വഴി ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ചാർജിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ്. ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുമ്പോൾ പിക്ചർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് മുകളിൽ ഒരു ബ്രാസിൻ്റെ ഡിസ്ക് ഉണ്ട്, അതുപോലെ ബ്രാസിൻ്റെ റോഡ് ഉണ്ട്. ആ ബ്രാസ് റോഡിൽ ഗോൾഡ് ലീഫ് സസ്പെൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദി ചാർജ് ഓൺ ദി ബോഡി. ചാർജിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസാണ് നമ്മൾ ഗോൾഡ് ലീഫ് എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഗോൾഡ് ലീഫ് അറ്റാച്ച്ഡ് ടു ദി ബ്രാസ് ഡിസ്ക് വിച്ച് ഈസ് സസ്പെൻഡഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ബ്രാസ് റോഡ് ഇൻ എ ഗ്ലാസ് ജാർ യൂസ്ഡ് ടു ഡിറ്റക്ട് ദി ചാർജ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാം? ബ്രിങ് ദി ബോഡി നിയർ ദി ബ്രാസ് കാപ്പ് ഓഫ് ദി ഇലക്ട്രോസ്കോപ്പ്. ഇഫ് ദി ഗോൾഡ് ലീഫ് ഡൈവേർജസ് ഔട്ട്വേർഡ് ദ ബോഡി ഈസ് ഇലക്ട്രിക്കലി ചാർജ്ഡ്. അതായത് നമ്മൾ ഇവിടെ ബോഡിനെ കൊണ്ടുവരികയാണ്, ചാർജ് ഉണ്ടോ ഇല്ലേ എന്ന് മാത്രമേ, ചാർജിൻ്റെ പ്രസൻസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡിറ്റക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ചാർജർ ബോഡിനെ കൊണ്ടുവന്നാൽ ചാർജ് ഉണ്ടെങ്കിൽ ആ ചാർജ് എന്താണ്? ഈ മെറ്റാലിക് റോഡിലൂടെ വന്നിട്ട് ഈ ഗോൾഡ് ലീഫിലേക്ക് എത്തും അല്ലേ? ഗോൾഡ് ലീഫിലേക്ക് എത്തുമ്പോൾ ഗോൾഡ് ലീഫിൻ്റെ രണ്ട് ഭാഗത്തും സെയിം ചാർജാണ് എത്തുക അല്ലേ? അപ്പോൾ സെയിം ചാർജ് ആയതുകൊണ്ട് തന്നെ ഗോൾഡ് ലീഫ് എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. നമുക്കറിയാം ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ചത്, അതുകൊണ്ട് തന്നെ റിപ്പൽ ചെയ്യും. അതുകൊണ്ട് ഗോൾഡ് ലീഫ് ഡൈവേർജൻസ് കാണിക്കും. അങ്ങനെ ഗോൾഡ് ലീഫ് ഡൈവേർജൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ്? ഈ ബോഡി ചാർജഡ് ആണ്. ഇനി ചാർജ് ഇല്ല എങ്കിൽ ഡൈവേർജൻസ് കാണിക്കില്ല. ഹവർ ഇഫ് നോ ഡൈവേർജൻസ് ടേക്ക് പ്ലേസ്, ഇവിടെ
അങ്ങോട്ടും ഇങ്ങോട്ടും ലീവ്സ് ഡൈവേർജ് ചെയ്യുന്നില്ല എങ്കിൽ എന്താണ് ബോഡിയിൽ ചാർജ് ഇല്ല, അതായത് കൊണ്ടുവന്ന ബോഡിയിൽ ഈ ഒരു ബോഡിയിൽ ചാർജ് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇങ്ങനെ ചാർജിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസിനെയാണ് നമ്മൾ ഗോൾഡ് ലീഫ് ഇലക്ട്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ അധ്യായത്തിൽ പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോ ആണ് കൂളോംസ് ലോ. എന്താണ് കൂളോംസ് ലോ പറയുന്നത്? അക്കോർഡിംഗ് ടു ദി ലോ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആക്ടിംഗ് ബിറ്റ്വീൻ 2 point charges is directly proportional to product of charges and inversely proportional to square of the distance between them. അതായത് രണ്ട് ചാർജ് ഉണ്ടെങ്കിൽ ചാർജ്ഡ് ബോഡീസ് ഉണ്ടെങ്കിൽ അവർ രണ്ടാളും തമ്മിൽ എന്തുണ്ടാവും? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ റിപ്പൾഷൻ ഉണ്ടാവും. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? ഇവരുടെ രണ്ടാളുടെയും, അതായത് ആദ്യത്തെ ബോഡിയിലുള്ള ചാർജ് Q1 ആണ്, അതുപോലെ രണ്ടാമത്തെ ബോഡിയിലുള്ള ചാർജ് Q2 ആണെങ്കിൽ ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷന് ഇവരുടെ രണ്ടാളുടെയും പ്രോഡക്റ്റിന്, അതായത് രണ്ട് ചാർജിൻ്റെയും പ്രോഡക്റ്റിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. F പ്രൊപ്പോർഷണൽ ടു Q1 Q2 ആയിരിക്കും. അതുപോലെ തന്നെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു അവർ രണ്ടാളും തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലേ. ഇവർ രണ്ടാളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6 ആണെങ്കിൽ അതിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് കൂളോംസ് ലോ പറയുന്നത്. ഇവിടെ നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് കൊടുത്തിട്ട് ഇക്വേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അതായത് K Q1 Q2 ഡിവൈഡ് ബൈ R² എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ. ഇവിടെ Kനെ നമ്മൾ കൂളോംസ് കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? കൂളോംസ് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് കൂളോംസ് ലോ. കൂളോംസ് ലോ പറയുന്നത് force between two charges will be directly proportional to the product of the magnitude of charges and will be inversely proportional to the square of the distance between them. Okay, ഇനി Q ആരാണ്? Qൻ്റെ വാല്യൂ നമുക്ക് 8.98755 × 10⁻⁹ എന്നാണ് എക്സ്പെരിമെൻ്റലി കിട്ടിയിട്ടുള്ളത്. അതിനെ നമ്മൾ കാൽക്കുലേഷനിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് K = 9 × 10⁻⁹ എന്നാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ബൈ ഹാർട്ട് ചെയ്യുക. K = 9 × 10⁻⁹. K എന്ന് പറയുന്നത്, കൂളോംസ് ലോ എന്ന് പറയുന്നത് K will be equal to 1/4πε0. ഇവിടെ ε0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്നാണ് നമ്മൾ പറയുന്നത്. പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. എന്താണ് പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ? പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്, അതാണ് കൂളോംസ് കോൺസ്റ്റന്റ്. ഓക്കെ, പെർമിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? It tells us how well the medium allows or permits electric field to pass through it. It is the measure of electric polarizability of the material of the medium. ഒരു മീഡിയത്തിൻ്റെ മെറ്റീരിയൽ അത് എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡിനെ കടത്തിവിടും അല്ലേ, അല്ലെങ്കിൽ പെർമിറ്റ് ചെയ്യും എന്നതിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു ടേമാണ് എന്താണ്? ഇലക്ട്രിക് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മളിപ്പോൾ ഇവിടെ വാക്കത്തിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് 1/4πε0 എന്ന് പറയുന്നത്. അതായത് വാക്കത്തിൻ്റെ പെർമിറ്റിവിറ്റിയാണ് എന്തെന്ന് പറയുന്നത്? ε0 എന്ന് പറയുന്നത് അല്ലേ. ഇനി ഏതെങ്കിലും ഒരു മീഡിയത്തിലാണെങ്കിൽ മീഡിയത്തിൻ്റെ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് εr × ε0 ആണ്, അല്ലെങ്കിൽ K × ε0 ആണ്. ഓക്കെ, എപ്സിലോൺ വിൽ ബി ഈക്വൽ ടു K × ε0. അപ്പോൾ നമ്മളെ ഫോഴ്സ് എന്തായി മാറും? ഫോഴ്സ് ഈക്വൽ ടു അതായത് ഒരു മീഡിയത്തിലാണ് നമ്മുടെ ചാർജസ് ഉള്ളതെങ്കിൽ, വാക്കത്തിലല്ല എങ്കിൽ 1/4πε0 × εr × Q1 Q2 ഡിവൈഡ് ബൈ R² എന്നായി മാറും. അപ്പോഴുള്ള ഫോഴ്സ് അല്ലേ. ഏതെങ്കിലും ഒരു മീഡിയത്തിലാണ് നമ്മുടെ ചാർജ് ഉള്ളതെങ്കിൽ 1/4πε0 × εr Q1 Q2 ഡിവൈഡ് ബൈ R² എന്നായി മാറും. ഓക്കെ, ഈ ε0നെ നമ്മൾ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്നാണ് പറഞ്ഞത്. അതുപോലെ മീഡിയത്തിലാണ് നമ്മുടെ ചാർജസ് ഉള്ളതെങ്കിൽ ε = K × ε0 ആണ്. Kനെ നമ്മൾ വിളിക്കുന്നത് റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്നാണ് അല്ലേ. K വിൽ ബി ഈക്വൽ ടു എന്താണ്? ε/r
എപ്സിലോൺ 0 അല്ലേ. നമ്മുടെ വാക്വവുമായിട്ട് കമ്പയർ ചെയ്യുമ്പം നമ്മുടെ മീഡിയത്തിന് എത്ര മടങ്ങ് പെർമിറ്റിവിറ്റി ഉണ്ട് എന്ന് കാണിക്കുന്ന ഒരു ടേമാണ് എന്ത്, ഈ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ക്യാപിറ്റൽ കെ ആണ് കേട്ടോ, ക്യാപിറ്റൽ കെ ആണ്. കൂളോംസ് കോൺസ്റ്റന്റ് നമ്മൾ സ്മോൾ കെ ഉപയോഗിച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. റെഡി? അപ്പോൾ ക്യാപിറ്റൽ കെ അല്ലെങ്കിൽ എപ്സിലോൺ ആർ എന്ന് പറഞ്ഞാൽ, എപ്സിലോൺ ആർ എന്നും പറയാം അല്ലേ. എപ്സിലോൺ ആർ ഈക്വൽ ടു എപ്സിലോൺ ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0 എന്ന് പറഞ്ഞാൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് ദി മീഡിയം എന്ന് പറഞ്ഞാൽ വാക്വവുമായി കമ്പയർ ചെയ്യുമ്പം എത്ര മടങ്ങ് പെർമിറ്റിവിറ്റി ഉണ്ട് നമ്മുടെ മീഡിയത്തിന് എന്ന് കാണിക്കുന്ന ടേമാണ്. റെഡി? അത് നമ്മൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി മീഡിയം എന്ന് പറയുന്നു. ഓക്കെ, റെഡി? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള, അതായത് കൂളംസ് ഫോഴ്സ് മീഡിയത്തിലേക്ക് വരുമ്പോൾ, വാക്വത്തിലാവുമ്പം 1/4πε0 × Q1 Q2/r² നമ്മൾ കണ്ടു അല്ലേ. അത് മീഡിയത്തിലേക്ക് വരുമ്പം എന്താണ് ആവുക എന്നാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് 1/4πε0 എന്നുള്ളതിന് പകരം എപ്സിലോൺ ആയി മാറും അല്ലേ. എപ്സിലോൺ നമുക്ക് എന്ത് ചെയ്താം, 1/4π × K എപ്സിലോൺ 0 എന്ന് എഴുതാം അല്ലേ. K എപ്സിലോൺ 0, അതായത് എപ്സിലോൺ ഈക്വൽ ടു K × എപ്സിലോൺ 0 ആണ്, അല്ലെങ്കിൽ എപ്സിലോൺ R × എപ്സിലോൺ 0 ആണ്. അപ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റും അല്ലേ. അതായത് ഈ 1/K നമ്മൾ പുറത്തെടുക്കുകയാണെങ്കിൽ 1/K × 1/4πε0 Q1 Q2 /r² എന്ന് കിട്ടും. അതായത് മീഡിയത്തിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് വാക്വത്തിലുള്ള ഫോഴ്സ് ഡിവൈഡഡ് ബൈ K ആയിരിക്കും. റെഡി? F ഡാഷ് വിൽ ബി F/K അല്ലേ. അല്ലെങ്കിൽ എഫ് ഡാഷ് എന്ന് പറയുന്നത് എന്താണ്, രണ്ടാളും, അതായത് രണ്ട് ചാർജും നമ്മൾ ഏതെങ്കിലും ഒരു മീഡിയത്തിൽ, ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് K ആയിട്ടുള്ള മീഡിയത്തിൽ പ്ലേസ് ചെയ്യുമ്പോൾ അവർ രണ്ടാളും തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് വാക്വത്തിലുള്ള ഫോഴ്സ് ഡിവൈഡഡ് ബൈ K ആയിരിക്കും. ഓക്കെ, ഇവിടെ K എന്ന് പറയുന്നത് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഓഫ് ദി മെറ്റീരിയൽ ഓഫ് ദി മീഡിയം ആണ്. റെഡി? ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. Two similar and equal charges repel each other with a force of 1.6 Newton when placed 3 meter apart. Strength of each charge is, രണ്ട് ചാർജ് 1.6 ആണ് അവർ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത്. 3 മീറ്റർ എപ്പാർട്ടിൽ വെക്കുമ്പോൾ അവരുടെ ഈ ഓരോ ചാർജിൻ്റെയും എന്താണ് മാഗ്നിറ്റ്യൂഡ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ F ഈക്വൽ ടു K × Q1 Q2 /r² എന്നാണ് നമ്മളെ കയ്യിലുള്ള ഇക്വേഷൻ. അതായത് ഇവിടെ F 1.6 ന്യൂട്ടൺ എന്ന് തന്നിട്ടുണ്ട്. K നമുക്കറിയാം 9 × 10⁻⁹ ആണ് അല്ലേ. ഇനി Q1 Q2 സിമിലർ ആൻഡ് ഈക്വൽ ചാർജസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് Q ആയിട്ട് എടുക്കാം. നമുക്ക് വാല്യൂ തന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ Q² എന്ന് എടുക്കുന്നു അല്ലേ. Q² / 3 മീറ്റർ അപ്പാർട്ടാണ്. അപ്പോൾ 3 മീറ്റർ ദി ഹോൾ സ്ക്വയർ അല്ലേ. അതായത് 1.6 ഈക്വൽ ടു 9 × 10⁻⁹ ഇൻറ്റു Q² / 9 എന്ന് കിട്ടും അല്ലേ. 9ഉം 9ഉം നമുക്ക് കട്ട് ചെയ്ത് പോവാം. അപ്പോൾ 1. ഇനി Q² നമുക്ക് എന്ത് കിട്ടും, 1.6 ഡിവൈഡഡ് ബൈ 10⁻⁹ എന്ന് കിട്ടും. അതായത് 16 ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ 16 × 10⁻⁻1 ഡിവൈഡഡ് ബൈ 10⁻⁹ അല്ലേ. ഞാൻ അപ്പോൾ 16 അതായത് Q² ഈക്വൽ ടു 16 × 10⁻⁻10. Q² ഈക്വൽ ടു 16 × 10⁻⁻10. Q ഈക്വൽ ടു √16 × 10⁻⁻10 അല്ലേ. 16ന്റെ റൂട്ട് എന്ന് പറയുന്നത് 4 × 10⁻⁻10ൻ്റെത് 10⁻⁵ അല്ലേ. ഇവിടെ നമുക്ക് മൈക്രോ കൂളംബിലാണ് നമ്മുടെ ആൻസർ തന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കിതിനെ 10⁻⁶ മാറ്റാം. 4 × 10⁻⁶ എന്ന് പറയുന്നത് 40 × 10⁻⁵ എന്ന് പറയുന്നത് 40 × 10⁻⁶ അല്ലേ. എ ആയിരിക്കും കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഈ രൂപത്തിൽ നമുക്ക് ചാർജ് തന്നാൽ ഫോഴ്സ് കാണാം, അതുപോലെ ഫോഴ്സ് തന്നാൽ ചാർജ് കാണാം, അതുപോലെ ഡിസ്റ്റൻസും ചാർജ് തന്നാൽ ഫോഴ്സ് കാണാം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റും അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. 2 charges are
at distance d apart in air, Coulomb force between them is F. If a dielectric material of dielectric constant K is placed between them, the Coulomb force now becomes എന്താണ്? വാക്കത്തിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ആണ്, അല്ലെങ്കിൽ എയറിലുള്ള കൂളോംസ് ഫോഴ്സ് എഫ് ആണ്. മെറ്റീരിയലിലേക്ക് മാറ്റിയപ്പോൾ അല്ലെങ്കിൽ മീഡിയത്തിലേക്ക് മാറ്റിയപ്പോൾ ഫോഴ്സ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം എയറിലുള്ള എഫ് എയർ ഈക്വൽ ടു 1/4πε0 Q1 Q2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ആണ്. എഫ് മീഡിയം എന്ന് പറയുന്നത് 1/4πε0 ഇൻറ്റു കെ ഇൻറ്റു Q1 Q2 ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ആണ് അല്ലേ. അതായത് എഫ് എയർ ഡിവൈഡ് ബൈ കെ എന്ന് കിട്ടും, എഫ് മീഡിയം. റെഡി? ഓക്കെ, എഫ് ബൈ കെ.